സഖാവ് സീതാറാം യെച്ചൂരിയെ എനിക്ക് വിദ്യാർത്ഥി ജീവിതകാലം മുതൽക്ക് തന്നെ പരിചയം. SFIയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ അദ്ദേഹം ഇരിക്കുന്ന കാലത്ത് ഞാൻ ആ സംഘടനയിൽ പ്രവർത്തിച്ചു. സമ്മേളനങ്ങളിലും മറ്റു വേദികളിലുമൊക്കെയായി അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. തീർത്തും നിസ്വാർത്ഥനായ ഒരു സഖാവ് എന്ന് അദ്ദേഹത്തെ നമുക്ക് വിളിക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെ അത്ര മഹത്തായ ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം. സഖാവ് EMS-ഉം AKG ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ബ്ലൂ ഐഡ് ബേബി ആയിരുന്നു അദ്ദേഹം എന്നാണ് പറയുന്നത്. ഒപ്പം പ്രകാശ് കാരാട്ടുമുണ്ട്. എങ്കിലും താത്വികമായി അഗാധമായ ജ്ഞാനമുള്ള ആളാണ്. മാർക്സിസ്റ്റ്, ലെനിനിസ്റ്റ്, പ്രത്യയശാസ്ത്രത്തിൽ. എന്നാൽ അതോടൊപ്പം ഇന്ത്യൻ സാഹചര്യത്തെ ഇത്ര നന്നായി മനസ്സിലാക്കിയ അപൂർവം കമ്മ്യൂണിസ്റ്റുകൾ ഒരുപക്ഷെ ഈ തലമുറയിൽ യെച്ചൂരി തന്നെയായി. നമുക്കറിയാം, കേരളത്തിൽ തീർത്തും സ്വാർത്ഥ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ മുന്നണി യോജിക്കുന്നത് പോലും തടഞ്ഞൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിൽ. ഇന്ത്യ മുന്നണിയിൽ കോർഡിനേഷൻ കമ്മിറ്റിയിൽ നമ്മൾ പാടില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ മറ്റൊന്നും പറയാൻ പറ്റിയില്ല. എങ്കിൽ പോലും ഒരു ജെന്റിൽമാൻ എന്ന അർത്ഥത്തിൽ ഈ ഇതെല്ലാം മറികടന്ന് അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ ഒരു ഇടതുപക്ഷ മുഖമായി ചെല്ലാൻ യെച്ചൂരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും ഒക്കെയായി, അല്ലെങ്കിൽ സോണിയാഗാന്ധിയും ഒക്കെയായി വളരെ നല്ല ടേംസ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ത്യ രാജ്യത്ത് BJP-യെ, RSS-നെ, സംഘപരിവാറിനെ തടഞ്ഞു നിർത്താൻ ഒരു വഴിയുള്ളത് അത് കോൺഗ്രസുമായി ചേരുക തന്നെയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. സത്യവുമാണ്. ആ വിശ്വാസമുള്ള ഇന്ന് ഇന്ത്യക്ക് ഏറ്റവും അനിവാര്യമായ ഒരു ഇടതുപക്ഷ നേതാവ് ആണ് യെച്ചൂരി എന്ന് ഞാൻ കരുതുന്നു. കേരളത്തിൽ ആണ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഭരണമുള്ളത്, അല്പം അടിത്തറയുള്ളത്. ബംഗാളിൽ വലിയ പരാജയം പറ്റി, ത്രിപുരയിൽ ഇല്ലാതായി. ആ സാഹചര്യത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അഖിലേന്ത്യാ നേതാവ് എന്ന നിലയിൽ യെച്ചൂരി നടത്തിയ ഇടപെടലുകൾ വളരെ വളരെ പ്രധാനമാണ്. നമുക്ക് ഓർമ്മയുണ്ടാവും, VS അച്യുതാനന്ദൻ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നേരിട്ട് സമീപിച്ചിരുന്നത് സീതാറാം യെച്ചൂരിയാണ്. എത്ര കത്തുകളാണ് PB-ക്കും സീതാറാം യെച്ചൂരിക്കും അച്യുതാനന്ദൻ അയച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കണക്കില്ല. കേരളത്തിലെ പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കിയിരുന്ന അഖിലേന്ത്യാ നേതാക്കൾ ഒരേ ഒരാൾ ഒരുപക്ഷെ സീതാറാം യെച്ചൂരിയായിരുന്നു. കേരളത്തിൽ എങ്ങോട്ടാണ് പിണറായി വിജയൻ ഈ പാർട്ടിയെ കൊണ്ടുപോകുന്നത് എന്ന് വളരെ സൂക്ഷ്മമായും കൃത്യമായും വിലയിരുത്താൻ കഴിയുന്ന ഒരാളാണ് ആയിരുന്നു സീതാറാം യെച്ചൂരി എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരു കറക്റ്റീവ് ഫോഴ്സായി നിന്നുകൊണ്ട് ഇപ്പോൾ വീണ്ടും പാർട്ടി ഇവിടെ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. പാർട്ടി സമ്മേളനങ്ങൾ വരികയാണ്, കോൺഗ്രസ് വരികയാണ്. അങ്ങനെ വരുമ്പോൾ യെച്ചൂരിയെ പോലെ ഒരാൾ ഇതിനെ മറികടക്കാൻ, ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ മറികടക്കാൻ സ്വീകാര്യനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഉണ്ടാവണം. മറ്റു പലരും പിണറായി വിജയന്റെ തോളിൽ തൂങ്ങി, പിണറായി വിജയൻ ചായ മേടിച്ചു കൊടുത്താലേ ചായ കുടിക്കാൻ പറ്റൂ എന്നൊരു നിലവൃത്തി ഉള്ളതുകൊണ്ട് നിന്നപ്പോൾ യെച്ചൂരി മാത്രം ഫലപ്രദമായി പ്രതിരോധിച്ചിട്ടുണ്ട്. അത് ഇനി നമുക്ക് കാണാൻ കഴിയില്ല എന്നത് നമ്മെ ഏറെ ദുഃഖിപ്പിക്കുന്നു. ഇന്ത്യൻ ഇടതുപക്ഷത്തിനും ഒരുപക്ഷെ കേരളത്തിലെ ഇടതുപക്ഷത്തിനും നന്നായി അനിവാര്യനായിരുന്ന ഒരു നേതാവിനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ആ നഷ്ടം അടുത്ത കാലത്തൊന്നും നികത്താൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു നേതാവിനി വളർന്നു വരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം പാർട്ടി തന്നെ ഇല്ലാതാവുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് പുതിയൊരു നേതാവ് വളർന്നു വരിക? BJP-ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ മുഖമായി നിന്ന സഖാവ് സീതാറാം യെച്ചൂരിയുടെ വിയോഗം നമ്മളെ ഏറെ ദുഃഖിപ്പിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. ലാൽ സലാം.